ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യാസ് ലൈഫ് സ്റ്റൈൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഖത്തറിൽ താമസിക്കുന്ന നമ്മുടെ ഫ്ലാറ്റിൻ്റെ മുകളിലാണ്, റൂഫിലാണ് നിൽക്കുന്നത്. നമ്മളിവിടെ നല്ല മുരിങ്ങക്കായ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഒരു വെറൈറ്റി ലെവലിൽ അത് കുക്ക് ചെയ്യാന്നുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് കാണാം. ഞാൻ മുരിങ്ങക്കായ കാട്ടിത്തരാം. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ്. നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത് ആ ഭാഗത്താണ്. അവിടെ നമ്മളെ റഫീഖ് നിൽക്കുന്നുണ്ട് അവിടെ മുരിങ്ങക്കായ പൊട്ടിക്കാനായിട്ട്. മുരിങ്ങക്കായ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ കാണുന്നത് നമ്മളെ ലുലു ആണ്. മത്താർ ലുലുവിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഫ്ലാറ്റ് ഉള്ളത്. ഇത് നോക്കി നിങ്ങൾ, മുരിങ്ങക്കായ ഉണ്ടായിട്ട് നിൽക്കുന്നത്. മുരിങ്ങക്കായ നമ്മൾക്ക് ഇത് വന്ന് പൊട്ടിക്കാം. ഓക്കെ, റഫീഖ പൊട്ടിക്കല്ലേ ഇതൊക്കെ? പൊട്ടിക്കല്ലേ? ഇതാണ് റഫീഖ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞത്. റഫീഖ ഇത് നമ്മളെ മത്താറിലെ ലുലു. ഓക്കെ, കാരണം മുരിങ്ങക്കായൊക്കെ നിൽക്കണൊക്കെ കണ്ടില്ലേ? നമുക്ക് മുരിങ്ങക്കായ പൊട്ടിക്കാം കേട്ടോ. റഫീഖ പൊട്ടിച്ചോ? ഇതാണ് റഫീഖ. നല്ല വെയിലാണ്. ഏകദേശം ഒരു 3 മണി ആയിട്ടുണ്ട് ഇവിടെ. വെയിലിനല്ലേ ചൂടൊന്നുമില്ല, എന്നാലും മുരിങ്ങക്കായ പൊട്ടിക്കാൻ പോവാ അല്ലേ റഫീഖ? ഓക്കെ ഓക്കെ. അപ്പോൾ റഫീഖ കംപ്ലീറ്റ് മുരിങ്ങക്കായ ഒന്ന് പൊട്ടിക്കൂലോ. ഞാനും പൊട്ടിക്കണ്ടേ? കിട്ടുമൊക്കെ നമ്മൾ താഴത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഉടുക്കിടുന്നുണ്ട് മുരിങ്ങക്കായ. ഒന്നും കിട്ടുന്നില്ലോ. കുറച്ച് ബുദ്ധിമുട്ടാണ്. അടിയിലൊക്കെ ഒരുപാട് നിൽക്കുന്നുണ്ട്. അടിയിൽ താഴത്തെ ജനലിൻ്റെ അവിടെ നിന്ന് കിട്ടില്ലല്ലേ? ലുലുവിൽ ആൾക്കാർ വരണ്ട് പോകണ്ടാവും. കാണാൻ മുരിങ്ങക്കായ പൊട്ടിക്കുന്നത് എവിടെ? അവിടെ കിട്ടിയ മുരിങ്ങക്കായൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ട് തന്നെ അവിടെ ഇട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മുരിങ്ങക്കായ ഉണ്ടായി നിൽക്കുന്നെങ്കിൽ ഇതാണ് മുരിങ്ങക്കായ. ഇതൊക്കെ കളക്ട് ചെയ്യും ശരി. ആ കൊമ്പ് മേലെ പോകാൻ പറ്റും. ഞാനും നോക്കി പറയാം. അയ്യവാ, ഇതുപോലെ നിറച്ച് മുരിങ്ങക്കായ കൊമ്പേണ്ടത്. മുരിങ്ങക്കായ മാത്രമേ ഉള്ളൂ. ആൾക്കാർ താഴെ നോക്കേണ്ട മുരിങ്ങക്കായ പൊട്ടില്ല. കൊമ്പ് മുരിങ്ങക്കായ മാത്രമുള്ള ഒരു കൊമ്പൻ്റെ പൊട്ടിച്ചിരിക്കും. ഓക്കെ, നമുക്ക് പൊട്ടിക്കാം. ഒരു മിനിറ്റ്. ഇതിപ്പോ അത്യാവശ്യം മുരിങ്ങക്കായ ഉണ്ട് അല്ലേ? അത്യാവശ്യം ഉണ്ട്. ഇതിപ്പോ മുരിങ്ങക്കായൊക്കെ ഒന്ന് പൊടിക്കണേ. അയ്യോ, ഇത് നല്ല ചള്ള് മുരിങ്ങക്കായല്ലേ? ചള്ള് മുരിങ്ങക്കായ. നമ്മൾ വല്ലാണ്ട് എന്തായിട്ടില്ല, മൂത്ത് പോയിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നല്ല മുരിങ്ങക്കായ ചെമ്മീൻ കറി ഒക്കെ, ചെമ്മീനൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ റഫീഖ? ഇതാ കൊമ്പുമ്പോ നോക്കിയ മുരിങ്ങക്കായ മാത്രം, ഇലല്ല, വെറും കായ മാത്രം. അയ്യോ, അപ്പൊ നമ്മളീ കൊമ്പുമ്പോ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഫുള്ള് എന്താ പറയാ മുരിങ്ങക്കായായിരുന്നു. ആ കംപ്ലീറ്റ് മുരിങ്ങക്കായ ക്ലീൻ ആക്കി ഇതാനാ ഈ ഒരു കൊമ്പുമ്പന്ന്, ചെറിയൊരു കൊമ്പുമ്പന്ന് കിട്ടിയ മുരിങ്ങക്കായാണ് കാണുന്നത്. എത്ര കിലോ ഉണ്ടാവും ഇത്? 2 കിലോന്റെ അടുത്ത് മുരിങ്ങക്കായ. അത് നല്ല ചള്ള മുരിങ്ങക്കായ അല്ലേ? ചള്ള മുരിങ്ങക്കായ അല്ലേ? അയ്യോ, ഇനിയും മുരിങ്ങക്കായ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം ഇത്ര മതി, ഇല്ലെങ്കിൽ പൊട്ടിച്ച് നാശമായി പോകുന്നത്. കണ്ടില്ലിപ്പോൾ നിറച്ച് മുരിങ്ങക്കായ. ഇതുപോലെ ഒരേ കൊമ്പ്. അതിൻ്റെ ബാക്കിൽ കൊമ്പിലൊക്കെ നോക്കി നിങ്ങൾ. അതിൽ മുരിങ്ങക്കായ. നല്ല കാറ്റുണ്ട് പുറത്തല്ലേ? ഇത് നമ്മളെ ലുലു ആണ്, മത്താറിലെ ലുലു. ഞാൻ എപ്പോഴും ലുലുവിൻ്റെ നമ്മൾ തൊട്ടടുത്താണ് നമ്മളെ ഫ്ലാറ്റ്.
അവര് വന്നാല് നമ്മളെ മുതിരാണ്. അപ്പൊ ഓക്കെ, നമ്മളെ ഈ കൊമ്പ് നാട്ടിൽ കിട്ടി കഴിഞ്ഞാല് കുത്തി കഴിഞ്ഞാണ്ടല്ലോ പോയിട്ടുണ്ട്. ഇതിന് മാത്രമേ മൊത്തം ഇവിടെ റഫീഖ് പൊട്ടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇനി മുരിങ്ങക്കായ പറക്കിട്ട് നമുക്ക് റഫീഖാടെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നോക്കി നോക്കാം എന്താന്നുള്ളത്. അതൊക്കെ പറക്കിയിരിക്കില്ലേ? അത്യാവശ്യം മുരിങ്ങക്കായ അല്ലേ? 2 കിലോ ഉള്ള ആ ഒരു കൊമ്പുമായി മുരിങ്ങക്കായ ഒന്നായിട്ടേ അയ്യോ അയ്യോ, ഇത് 2 പോരാ. അത്യാവശ്യം മുരിങ്ങക്കായ ഉണ്ട്. 3-3.5 കിലോന് ഈ ഒരു ചെറിയ കൊമ്പുമെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് കുക്കിങ് തുടങ്ങിയല്ലോ. കുക്കി തുടങ്ങാം. അത് നമുക്ക് സാധനം എടുക്കാൻ പോണേ. ഓക്കെ, അപ്പൊ മുരിങ്ങക്കായ റഫീഖാനെ കൊണ്ട് എടുപ്പിക്കല്ല, നമ്മളെല്ലാം എടുക്കും. അത്യാവശ്യം മുരിങ്ങക്കായുണ്ട്. നല്ല ചള്ളും മുരിങ്ങക്കായാണ്. പ്രജാസിനെ അത് പൊങ്ങുന്നില്ല. അവളെ മുരിങ്ങക്കായ റെഡി. ഒരു ഫോട്ടോ എടുക്കോ? അത് അപ്പൊ മുരിങ്ങക്കായ ഒക്കെ റെഡിയാണ്. നമുക്ക് ഇനി സ്റ്റീം ചെയ്തിട്ട് ഒരു പ്രത്യേക ഇത് ഒരുപാട് മുരിങ്ങക്കായ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ റഫീഖ് നമ്മളെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മള് പൊട്ടിച്ച മുരിങ്ങക്കായൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാന്നുള്ളൊരു പ്രോസസ്സിംഗ് ആണുള്ളത്. റഫീഖ് എങ്ങനെ ഉദ്ദേശിക്കുന്നത് വെക്കാനായിട്ട്? എന്നാലും ഒരു സർപ്രൈസ് ആയിട്ട് ഉള്ള പരിപാടിയാണ്. എനിക്കും സംഭവം മനസ്സിലായിട്ടില്ല എന്താന്നുള്ളത്. നമുക്ക് ഈ മുരിങ്ങക്കായ മൊത്തം വേണ്ടല്ലോ നിങ്ങൾക്ക്. അങ്ങനെ ഇത്രയും മുരിങ്ങക്കായ മതി എന്നാണ് പറയുന്നത്. ബാക്കി നമുക്ക് ഇത് ഓക്കെ 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 ഓക്കെ. ഓക്കെ, നമ്മുടെ മുരിങ്ങക്കായൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴുകാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായൊക്കെ തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി ഇത് പാത്രത്തിൽ കുറച്ചധികം മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടല്ലോ റഫീഖ് അല്ലേ? മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി അതിലേക്ക് നമ്മൾ തോല് കളഞ്ഞ് വെച്ച മുരിങ്ങക്കായ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകണം. മഞ്ഞൾപ്പൊടി ഇടുന്നത് എന്തെൻ്റെ ഉദ്ദേശം മനസ്സിലായില്ല? വിഷാംശങ്ങൾ മൊത്തം കളയാൻ വേണ്ടിയിട്ട്. ഭയങ്കര അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ടല്ലോ അല്ലേ? ഇത് ഇതിലല്ലേ സ്റ്റീം ചെയ്യുക? സ്റ്റീമറാണ്. സ്റ്റീം ചെയ്യാനുള്ള ഒരു പാത്രമാണ്. ഓക്കെ, ഇനി നമ്മൾ മുരിങ്ങക്കായൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അതൊരു സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പ് അതിൽ ഇടുന്നുണ്ട്. ഓക്കെ, ഇത് ആവിയിൽ കിടന്ന് നന്നായിട്ട് വേവണം അല്ലേ റഫീഖ? ഓക്കെ, മൂടി വെക്കുക. ഏകദേശം എത്ര മിനിറ്റ് ഇങ്ങനെ മൂടി വെക്കണം?
10-15 മിനിറ്റ് നല്ല ആവി വന്ന് വേവട്ടെ. അപ്പത്തിന് നമുക്ക് ഇതിന്റെ അടുത്ത ചേരുവകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങക്കായ സ്റ്റീം ചെയ്തിട്ട് ഒരു ഓംപ്ലേറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റഫീഖയുടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ചെറിയൊരു പച്ചമുളക്, ഒരു സബോള, കുറച്ച് മല്ലിയുടെ ഇല. ഓക്കെ, ഇതാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ അത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മളെ സ്റ്റീം ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ, ഏകദേശം ആയിട്ടുണ്ടോ ഇത്? ആയിട്ടുണ്ടോ? ഏകദേശം ഒരു 10 മിനിറ്റ് ആയില്ല വെച്ചിട്ട്, ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു 5 മിനിറ്റ് കൂടി വെക്കേണ്ടി വരില്ലേ? ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ആയിട്ടില്ലത്, ശരിയായിട്ടില്ല. അടുത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില വേണ്ടല്ലേ, നമ്മളത് പറഞ്ഞിട്ടുണ്ടായില്ല. കുറച്ച് കറിവേപ്പില പോലെ പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഓംപ്ലേറ്റ്, അതായത് മുരിങ്ങക്കായ നല്ല സ്റ്റീമായിട്ട് വരുന്നുണ്ട്. നമുക്ക് അതിലുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, അതേപോലെ ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയുടെ ഇല, ഒരു 4 കോഴിമുട്ട, കുറച്ച് കറിവേപ്പില. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി നമുക്ക് മറ്റേ സ്റ്റീമായിട്ടുള്ള മുരിങ്ങക്കായം കൂടി എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. റഫീഖ, അപ്പം നമ്മളെ ഇതായി ഉണ്ടാവില്ലേ? നമുക്ക് ആയിട്ടുണ്ടാവും ഏകദേശം. അതിന് തുറന്നു നോക്കാൻ പോണ്. അതുകൊണ്ട് നമ്മളെ മുരിങ്ങക്കായ അങ്ങനെ ആവിയിൽ ഇങ്ങനെ വെന്ത് ഏകദേശം നല്ല പാകമായിട്ടുണ്ട്. പാകമായില്ലേ? ഓക്കെ, ഇത് നല്ല മണം വരുന്നുണ്ടല്ലോ. അത് വെന്ത് കഴിഞ്ഞപ്പോൾ നല്ല മണം ഉണ്ട് അല്ലേ? നല്ല ഇതാണ് പാകം ഇല്ലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താ? അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, ഇപ്പോൾ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുരിങ്ങക്കായ മൊത്തം ഒരു ടീസ്പൂണോട് അതിൻ്റെ കാമ്പ് എന്നല്ല പറയാ, ആ കഴമ്പ് മൊത്തം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടണം. ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, അതുപോലെ ഈ മുരിങ്ങക്കായ മൊത്തം ഒരു പാത്രത്തിലേക്ക് അതിൻ്റെ കാമ്പ് മാറ്റി, എന്നിട്ട് ഈ കാമ്പും കോഴിമുട്ട ഇട്ടിട്ട് ഓംപ്ലേറ്റ് ചെയ്യുക. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അയ്യോ, അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ മുരിങ്ങക്കായും കൂടി അതിൻ്റെ കഴമ്പൊക്കെ ചുരണ്ടി കളഞ്ഞ് നോക്കട്ടെ, അതിൻ്റെ ഇതെടുത്ത് നോക്കട്ടെ. ഇതാണ് മുരിങ്ങക്കായുടെ ശരിക്ക് കാമ്പ്. ഇത് ജസ്റ്റ് ഇങ്ങനെ ആവിയിൽ പുഴുങ്ങിയെടുക്കുക എന്ന് പറയില്ലേ, ശരിക്ക് ആവിയിൽ സ്റ്റീം ചെയ്ത് വേവിച്ചിട്ട് അതിൻ്റെ ഇതാണ് വരുന്നത് കാമ്പ്. ഇതും കോഴിമുട്ടയും കൂടിയിട്ടാണ് നമുക്ക് ഇനി ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഇത്രയും വേണ്ട, ബാക്കി നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മറ്റേ സ്റ്റീം ചെയ്തിട്ടുള്ള മുരിങ്ങക്കായ ഇതാതെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ അതിലേക്ക് കോഴിമുട്ട ഉടച്ചു വെക്കാം. 4 കോഴിമുട്ട ഉടച്ചു വെക്കാം. അത് ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിട്ട് നമുക്ക് കോഴിമുട്ട അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ 4 കോഴിമുട്ടയാണ് ഇതിൽ കുറച്ച് വെച്ചത്. അപ്പോൾ 4 കോഴിമുട്ട നമ്മൾ ഇതിൽ ഉടച്ചിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉപ്പാണ്. കുറച്ച് ആവശ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഉപ്പ് ഇട്ട് കൊടുക്കുക. അടുത്തത് കഴിഞ്ഞാൽ കുറച്ച് സബോള നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. കുറച്ച് സബോള, കുറച്ച് വേപ്പില, അതൊരു പച്ചമുളക്, പിന്നെ നമ്മളെ മല്ലിച്ചപ്പ് അത് കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നല്ല അടിച്ചെടുക്കുന്നത്. വീഡിയോ നമ്മളെ കുക്കിംഗ് മെയിൻ ഷെഫ് കൂടെ റഫീഖാണ്. നമ്മൾ സാധാരണ ഓംപ്ലേറ്റ് അടിക്കുന്നതിന്റെ കൂടെ തന്നെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് കൂടുതൽ മുരിങ്ങക്കായ യൂസ് ചെയ്യാം അല്ലേ? ഇതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ നമുക്ക് ആരോഗ്യത്തിന്? ശരിയാണ്. ഇനി നമ്മൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്, അടുപ്പിൽ വെച്ചിട്ട് തീ കത്തിച്ചിട്ടുണ്ട്.
നമ്മൾ സാധാരണ ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഓയിലൊക്കെയാണ് യൂസ് ചെയ്യുക. ഇത് പശു നെയ്യാണ്. പശു നെയ്യ് വെച്ചിട്ടാണ് ഇവിടെ ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്നത്. അത് ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ പാകത്തിനുള്ള പശു നെയ്യ് നമുക്ക് ഇതിലേക്ക് മതിയാവും അല്ലേ? ഓക്കെ, പശു നെയ്യൊക്കെ മൂത്തിട്ടുള്ള നല്ലൊരു മണം വരുന്നുണ്ട് റഫീഖ. ഇനി അതിലേക്ക് നമ്മൾ ഓംപ്ലേറ്റിനെ ഒഴിക്കാൻ പോകുന്നത്. മുഴുവനായിട്ട് ഒഴിക്കണല്ലേ? ഇത്രയുള്ള നമ്മൾ നല്ല സ്റ്റീം ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മളെ മുരിങ്ങക്കായും കോഴിമുട്ട ഉള്ളി നല്ല ഹെൽത്തിയാണ്, 100% ഹെൽത്തിയാണത്. ഓക്കെ, കുറച്ച് കുരുമുളകിൻ്റെ പൊടി അല്ലേ? അത് നല്ല ഓക്കെ. ഇനി ഇത് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നു അല്ലേ? ഇനി അടച്ചു വെച്ചിട്ട് വേവിക്കാൻ പോകും. നമ്മളെ കോഴിമുട്ട ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്നും എടുത്തിട്ട് മറിച്ചിടാം. നമുക്ക് നല്ല മറിച്ചിട്ടിട്ട് വേവിക്കാം. കാണാൻ തന്നെ നല്ല ചന്തണ്ട് അല്ലേ? അടിപൊളി അടിപൊളി. അപ്പോൾ നമ്മുടെ ഓംപ്ലേറ്റ് റെഡി ആയിട്ട് നമ്മളെ റഫീഖ ഇങ്ങനെ നോമ്പാണ്, നോമ്പ് തുറക്കാനുള്ള ഒരു സ്പെഷ്യല് അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് ടേസ്റ്റ് നോക്കിയിട്ട് നല്ല അഭിപ്രായം പറയണം കേട്ടാ. അടിപൊളി, സൂപ്പർ സൂപ്പർ. റഫീഖ അപ്പോൾ വെറുതെ ഉണ്ടാക്കിയതല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീജിത്ത് ഭായി ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്താണ് നമ്മളിവിടെ ഓംപ്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. മൂപ്പര് കഴിച്ച് നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. താങ്ക് യു റഫീഖയുടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം. അതുപോലെ ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന ഐറ്റംസാണ്, അതൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. റഫീഖ് ഓക്കെ. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ റഫീഖ നമുക്ക് വീണ്ടും കാണണം. ശരി.